ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റെസിപ്പി വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നിട്ടുള്ളത്. ഈ മൺചട്ടികൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ മണ്ണിൻ്റെ ചുവയൊന്നും ഇല്ലാതെ വർഷങ്ങളോളം പൊട്ടാതെ സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെയെല്ലാം ഏതെല്ലാം രീതികൾ ഉപയോഗിച്ച് നമുക്കത് സീസൺ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ മകൾക്ക് കൊടുത്തയക്കാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് നാട്ടിൽ മേടിച്ച് വെച്ച 2 ചട്ടികളാണ്. അപ്പോൾ ഞാനത് മയക്കിയെടുക്കുന്ന സമയത്ത് അത് എങ്ങനെയാണെന്നുള്ള രീതി നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ചട്ടി വെറുതെ സദാ വെള്ളത്തിലൊന്ന് പ്ലെയിനായിട്ടൊന്ന് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ആ കടയിലെല്ലാം ഇരുന്ന് നല്ലപോലെ പൊടിയെല്ലാം അതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിക്കളയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് വെള്ളത്തിൽ കൈകൊണ്ട് മൊത്തം സാധാരണ വെറുതെ ഒന്ന് ചുമ്മാതൊന്ന് വെള്ളത്തിൽ സിങ്കിലിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനേക്കാളെല്ലാം ഏറ്റവും ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ മൺചട്ടികളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മൺചട്ടി കഴുകി കളഞ്ഞ ശേഷം ഞാൻ അതിലേക്ക് നിറച്ച് വെള്ളം പിടിച്ച് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയൊരു ബേസിനിൽ വെള്ളം പിടിച്ചിട്ട് അതിലേക്ക് മൺചട്ടികൾ ഇറക്കി വയ്ക്കാം. ഏകദേശം 1-2 മണിക്കൂർ നേരം അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ മൺചട്ടി നന്നായിട്ട് വെള്ളത്തെ അബ്സോർബ് ചെയ്യും. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കാൻ ഏറ്റവും നല്ലത് കടലമാവാണ്. നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് സോപ്പോ മറ്റ് ഡിറ്റർജൻറ്റുകളോ യാതൊന്നും ഉപയോഗിക്കരുത്. കാരണം ഇതിൽ ധാരാളം സുഷിരങ്ങളുണ്ട്. അപ്പോൾ ആ സുഷിരങ്ങളിൽ നമ്മൾ ആ ഡിറ്റർജൻ്റെല്ലാം പറ്റി പിടിച്ചടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല കടലമാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവായാലും നല്ലതാണ്. അത് വെച്ച് നമുക്ക് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ. അല്ലാതെ മെറ്റലിൻ്റെ സ്ക്രബ്ബറോ അതുപോലെ പരുപരുത്ത മറ്റ് സ്ക്രബ്ബറുകളൊന്നും ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ തുണി ആയാലും മതി, കോട്ടൺ തുണി ഇതുപോലെ ഉണ്ട കെട്ടിയിട്ട് അത് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കടലമാവ് എല്ലാ ഭാഗത്തും നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക ഇതുപോലെ. അതിനുശേഷം നമുക്ക് വെള്ളത്തിൽ കഴുകിയെടുക്കണം. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളിലും പുറത്തും എല്ലാം നമ്മൾ ഈ കടലമാവ് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അധികം നേരം വയ്ക്കൊന്നും വേണ്ട. ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം സാദാ വെള്ളത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയെല്ലാം ആദ്യം തന്നെ നമ്മൾ ഈ കടലമാവ് ഇടുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇത് നമ്മൾ ഭക്ഷണയോഗ്യമായിട്ടുള്ള ഒരു വസ്തു ആയതുകൊണ്ടാണ് കടലമാവ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ കഴുകിയെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കണം. നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കഞ്ഞിവെള്ളം കാണാനില്ലേ, ചൂടൊന്നും വേണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ ആ ചെറിയ മൺചട്ടി ഒരു വലിയ ബക്കറ്റിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് കഞ്ഞിവെള്ളം ഒഴിച്ചത്. മൺചട്ടി നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കാൻ. അതുപോലെ വലിയ ചട്ടി ഞാൻ ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് ബേസിനിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കും കഞ്ഞിവെള്ളം നല്ലപോലെ ഒഴിച്ച് കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിച്ച് വയ്ക്കാം. ചട്ടി മൂടുന്ന രീതിയിൽ വേണം നമ്മൾ ഒഴിച്ച് വയ്ക്കാൻ. ഇനി നിങ്ങൾക്ക് വലിയ വല്ല ബേസിനുണ്ടെങ്കിൽ അതിലോട്ട് ഇറക്കി വെച്ച് അതിലേക്ക് നിറയെ നികക്കെ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് ഏകദേശം ഒരു ദിവസം മുഴുവനും സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഞാൻ രാത്രിയാണ് ഒഴിച്ച് വെച്ചത്. രാവിലെ വരെ ഇതുപോലെ തന്നെ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പം ആ കഞ്ഞിവെള്ളം ചെറുതായിട്ടൊന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ കഞ്ഞിവെള്ളത്തിൽ നിന്നും 2 ചട്ടികളും ഇതുപോലെ മാറ്റിയെടുത്ത് കളയാം. അപ്പോൾ ആ ചട്ടിയിൽ ഇത്രയും സമയം ഇരുന്നതുകൊണ്ട് ആ കഞ്ഞിവെള്ളത്തിൻ്റെ ആ പശപ്പെല്ലാം ഇതിനകത്ത് കാണും. അതുകൊണ്ട് അത് കളയാൻ വേണ്ടി വീണ്ടും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 2ാമത്തെ പ്രാവശ്യം കടലമാവ് ഇട്ട് ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൻ്റെ ചുവയോ അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗം വിണ്ട് കീറുന്ന ആ ഒരു സ്വഭാവമൊന്നും ഇല്ലാതെ നമുക്ക് വർഷങ്ങളോളം ഇതിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഭക്ഷണം തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ 2 ചട്ടികൾ ഞാൻ ഒന്നും കൂടെ കടലമാവ് ഉപയോഗിച്ച് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളിനി വേറെ എന്തെങ്കിലും രീതികളാണ് ഉള്ളതെങ്കിൽ അത് എനിക്കിവിടെ ഷെയർ ചെയ്ത് തരണം, കമൻറ്റിലൂടെ അറിയിച്ചു തരണേ. അപ്പോൾ ഇത് ഞാൻ 2 ചട്ടികളും കഴുകിയ ശേഷം ഇതുപോലെ ഒരു കോട്ടൺ തോർത്ത് വെച്ചിട്ട് അതിലോട്ട് കമിഴ്ത്തി വയ്ക്കുന്നുണ്ട്. കുറച്ച് നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞ ശേഷം നല്ല സോഫ്റ്റ് കോട്ടൺ തുണി എടുക്കണം, ഇതൊന്ന് തുടച്ചെടുക്കാൻ. അല്ലാതെ നേരെ കൊണ്ട് നമ്മൾ വെയിലത്ത് വയ്ക്കരുത്. അപ്പോൾ ഇതുപോലെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് സോഫ്റ്റ് കോട്ടൺ, നല്ല നമ്മൾ ഷോളുകളൊക്കെ ഉണ്ടാവില്ല കോട്ടൻ്റെ, അതും എടുത്താൽ മതി, വളരെ സോഫ്റ്റായിരിക്കും. അപ്പോൾ കോട്ടൻ്റെ ഷോളോ അല്ലെങ്കിൽ തോർത്തിൻ്റെ കഷ്ണങ്ങളോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ നന്നായിട്ട് തുടച്ച് അതിൻ്റെ വെള്ളം നന്നായിട്ട് കളയാം.
അപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് ഇതിലേക്ക് മാറ്റിയ ശേഷം ഇനി ഞാൻ ചെയ്തത് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിക്കുന്ന വീഡിയോ പെട്ടെന്ന് എന്തോ ക്ലിപ്പ് കിട്ടിയില്ല. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലെണ്ണ ആയാലും മതി. ചട്ടിയുടെ ഉള്ളിലും വക്കിലും പുറഭാഗത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നല്ല വെയിലത്തേക്കാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. വെയിലത്ത് വെച്ച് കൊടുത്ത ശേഷം ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ നേരം വെച്ചിട്ടുണ്ട്. ഈ 2 ചട്ടികൾ ഞാൻ അകത്തോട്ടെടുത്ത് കൊണ്ടുവന്ന ശേഷം ഗ്യാസ് അടുപ്പിൽ 2 ചട്ടികളും വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് ഞാൻ വെള്ളമാണ്, സാദാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ അതിലേക്ക് 2 ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് മീഡിയത്തിലും താഴെ ഫ്ലെയിം, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റൗവിൽ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റേ സ്റ്റൗവിൽ ഞാനിവിടെ ആ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ മുഴുവനായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സവാള, ഒരു വലിയൊരു സവാള അരിഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് അത് നമ്മൾ പതുക്കെ സാവധാനം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, വഴറ്റി കൊടുക്കുക. അപ്പോൾ 2 സ്റ്റൗവിലും ഒരേ സമയത്താണ് ഞാനിത് ചെയ്തത്. തേയില വെള്ളം അവിടെ ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് തന്നെ മറ്റേ സ്റ്റൗവിൽ സവാള ഇതുപോലെ വഴറ്റി കൊടുക്കുക. നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് സവാള. അപ്പോൾ ഇത് നമുക്കതെടുത്ത് മാറ്റിക്കളയാം. ഇതിനി നമുക്കൊന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല, കളയാം. ഇപ്പോൾ ചട്ടിയുടെ ഉൾവശം നോക്കൂ, വളരെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് അടിവശം. ഇതിപ്പോൾ ശരിക്കും ഭക്ഷണം ഉണ്ടാക്കാൻ യോഗ്യമായിട്ടുണ്ട് ഈ ചട്ടി. ഇനി ഞാനിതിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്ത് നോക്കിയത് ഒരു ബുൾസൈ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ ഞാൻ എണ്ണ ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് വെക്കരുത്. ചട്ടി ആയതുകൊണ്ട് ഇത് വളരെ സ്ലോ ആയിട്ടേ ചട്ടി ചൂടാവത്തുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ആദ്യം നിങ്ങൾക്ക് ദോശ വേണമെങ്കിൽ ദോശ ചുട്ട് നോക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ആദ്യം ചെയ്തത് ഒരു കോഴിമുട്ടയുടെ ബുൾസൈ ആണ് ഉണ്ടാക്കിയത്. അത് പെട്ടെന്ന് തന്നെ ഇളകി വന്നിട്ടുണ്ട്. ഇത് കഴിക്കുകയൊന്നും വേണം, കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞാൻ കഴിച്ചിട്ടില്ല, അത് കളയാണ് ചെയ്തത്. ഏറ്റവും ആദ്യം നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ. പക്ഷേ മണ്ണിൻ്റെ ചൊവയോ യാതൊന്നും ഇല്ലായിരുന്നു. അത് ഞാനൊരു ചെറിയ സൈഡൊന്ന് വെറുതെ മണത്ത് നോക്കിയപ്പോഴൊന്നും ഒരു പ്രശ്നവുമില്ല, പെട്ടെന്ന് ഇളകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ചട്ടി നല്ല പോലെ സീസണായിട്ട് വന്നിട്ടുണ്ട്, നല്ല മയം വന്നിട്ടുണ്ട് ഉള്ളിൽ. അപ്പോൾ നമ്മളിനി സ്ക്രബ്ബറൊന്നും വെച്ച് ഒരതരുത്. ഇതുപോലെ തുണി കൊണ്ടൊരു കിഴി കെട്ടിയിട്ട് ഒന്ന് നമുക്ക് ഇതുപോലെ തുടച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സിലിക്കൺ സ്പാറ്റില ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് അതൊന്ന്, അതിൻ്റെ ഉള്ളിൽ ഇച്ചിരി ഉണ്ടായിരുന്നു ആദ്യത്തേത്. ഇതേ സമയം തന്നെ അവിടെ തേയില വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളം അങ്ങ് മറിച്ച് കളഞ്ഞാൽ മതി. ഇപ്പോൾ 2 ചട്ടികളും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ യോഗ്യമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് സൂക്ഷിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചട്ടി കൗണ്ടർ ടോപ്പിൽ ഇറക്കി വെക്കുമ്പോൾ ഇതുപോലുള്ള തിരികയുടെ മേലെ വേണം നമ്മൾ ഇറക്കി വെക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ അടിവശം പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് കുറേ സമയം സൂക്ഷിച്ച് വെക്കണമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് സൂക്ഷിച്ച് വെക്കാം. ഞാനിതിലൊരു ദോശയും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മൺചട്ടി മാറ്റി നോക്കാൻ ശ്രമിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.